ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു റിഷാസ് വൈബ്സ്. അപ്പോൾ ഇന്ന് ഞങ്ങൾ പോകുന്നത് ഖത്തറിലുള്ള ഒരു സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഒരു ഈദ് സ്പെഷ്യൽ പ്രോഗ്രാം ആയിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനൊരു സ്റ്റേജ് പ്രോഗ്രാം കാണാൻ വേണ്ടി പോകുന്നത്. കുറേ ആളുകളുണ്ട് കേട്ടോ, അതായത് രഹന, മാർക്കോസ്, പിന്നെ മക്കളുടെയൊക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള ഹനാൻ ഷാ. അപ്പോൾ ഈ ഹനാൻ ഷാനെ കാണാൻ വേണ്ടിയിട്ട് മക്കൾ നാട്ടിൽ നിന്ന് തന്നെ പറയാൻ തുടങ്ങിയതാണ് കേട്ടോ. പട്ടാമ്പി വരുന്നുണ്ടായിരുന്നു, പക്ഷേ നമ്മുടെ നോമ്പിൻ്റെ ഒക്കെ ഒരു ടൈം കാരണം നമുക്ക് ആ ഒരു സമയത്ത് പോകാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഖത്തറിൽ വരുന്നുണ്ട് കണ്ടപ്പോൾ അറിഞ്ഞപ്പോൾ നമ്മൾ വേഗം തന്നെ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്ത് ഇതാ ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ഞങ്ങൾ നിങ്ങൾക്ക് Thank you so much for that lovely introduction. എല്ലാവർക്കും നമസ്കാരം, good evening, assalamu alaikum and Eid Mubarak. നമ്മുടെ പുറകീന്നാണല്ലേ ഗ്രാജുവലി ഇങ്ങനെ കയറി കയറി വരും. ശരിക്കുള്ള ബാക്ക് ബെഞ്ചേഴ്സ് ഒന്ന് കൈവെക്കോ? താങ്ക് യു. ഖത്തറിൽ സ്നേഹിക്കുന്ന ഒരുപാട് പേര്, ഒരുപാട് സ്നേഹം, ഒരുപാട് കലാ ആസ്വാദകർ, ഇപ്പോൾ സ്നേഹം മുതൽ കരുതുന്ന സംഗീത ആസ്വാദകർ ഇവിടെ ഉണ്ടെന്നാണ് രഹ്നയിത്ത പറയുന്നത്. എന്തായാലും കൂടുതൽ സംസാരമൊന്നുമില്ല, ഓവർ ടു രഹ്നയിത്ത. നല്ലൊരു കൈഡിയാവാം. താങ്ക് യു. എനിക്കറിയാം ഒരുപാട് ആരൊക്കെയാണ് നിങ്ങൾ വെയിറ്റ് ചെയ്യണമെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ എന്തായാലും ആ ആളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്, പെട്ടെന്ന് വരും. പക്ഷേ എന്റെ പാട്ടും ആസ്വദിക്കുക. താങ്ക് യു. അപ്പൊ പെരുന്നാളാണ്, ഞാൻ എന്തായാലും കുറച്ച് ഫാസ്റ്റ് ആയിട്ടുള്ള മാപ്പിളപ്പാട്ടാണ് പാടുന്നത്. താങ്ക് യു. പിതാവിനോട് ഉണർത്തിച്ചോതി, അപ്പോൾ മറുപടി മകൻ ചൊല്ലി ഉറപ്പിച്ചോതി. താങ്ക് യു ബ്രദർ. അതെ, അനാനൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അവന് ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. അതായത് ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ അതിൽ ഭയങ്കര തോൽവിയായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഞാൻ എന്റെ ഇൻസ്റ്റ ഐഡിയ തരാം, ഇപ്പൊ തന്നെ ഒന്ന് ഫോളോ ചെയ്യാൻ പറ്റുമോ? സമർ സുലൈമാൻ 786. ഈരൻമൊഴി കോതിയൊരുങ്ങി വെണ്ണില ചന്ദനം തൊട്ട് കമല്ലേ സമയം വിളക്കുവാനൊരുങ്ങമല്ലേ, ഇത് എൻ ദിനമല്ലേ. പ്രാന്തന്നാൽ പ്രണയമല്ലേ, പ്രണയം സമർപ്പണമല്ലേ, പ്രാന്തന്നാൽ പ്രണയമല്ലേ. എനിക്ക് ഒരു കാര്യം കൂടി വേണം രഞ്ജു. ചോട്ടാ മുംബൈ എന്ന് പറഞ്ഞ സിനിമ നമ്മുടെ നാട്ടില് റിലീസ് ചെയ്തേക്കാണ്. അതിനകത്ത് മണിച്ചേട്ടന്റെ ഒരു ഡയലോഗ് നീ പറയും, തീർച്ചയായിട്ടും അതൊന്ന് കേൾക്കണം. ചോട്ടാ മുംബൈ സിനിമ വീണ്ടും റിലീസ് ചെയ്തേക്കാണ്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി വില്ലൻ, ഏറ്റവും നല്ല ശക്തമായ കഥാപാത്രം നടേശൻ എന്ന കഥാപാത്രത്തിന്റെ ശബ്ദമാണ് ചെയ്യാൻ പോണത്. നടേശൻ, ഓക്കെ? നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും മാത്രമേ ശത്രുവും ഞാൻ തന്നെയാണ്. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാരുള്ള നമ്മുടെ നാട്ടില് അവർക്കെതിരെ ഒരു ചെകുത്തണിയിൽ വേണ്ട. തനിക്കറിയാമോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ കഷ്ടപ്പെട്ടാണ് ഇതുവരെ എത്തിയത്.
ഇപ്പൊ പഠിക്കാൻ കൊള്ളാമെന്നും കൊള്ളാത്തതുമായിട്ടുള്ള ഒരുപാട് ബിസിനസ് ഉണ്ട്. CI മോഹൻദാസിന്റെ മെക്കെട്ടേറെ വന്നോണ്ട അവനെ കൊന്നത്. ഇനി അതിനെതിരെ താനും കൂടി കോടതിയിൽ സാക്ഷി ഒന്നും പറയാൻ പോണ്ട. ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അത് ഞാൻ കൊല്ലുന്നത് തന്നെ ഇരിക്കും. നിന്റെ മരണം കണ്ട് മനസ്സൊന്ന് പിടച്ചു നിൽക്കുമ്പോ നിന്റെ മകനെ ഞാൻ കൊല്ലും. ഇത് 2 കുപ്പി കള്ളിന്റെ പുറത്ത് കൊച്ചിയിലെ ലോക്കൽ കൊണ്ടാണ് പറഞ്ഞ വാക്കല്ല. കൊല്ലെന്ന് പറഞ്ഞാൽ നടേശം കൊന്നിരിക്കും. കൊടറാ. താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു. ഒരൊറ്റ പെർഫോമൻസ് കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ വരാൻ പോവാണ്. അതിന് മുമ്പായിട്ട് നമുക്ക് മാപ്പിളപ്പാട്ട് എന്ന് പറയുമ്പോ നമ്മളൊക്കെ കേൾക്കുന്ന ഒരുപാട് ആ സൈഡിനാ ഈ സൈഡിനോ ഷെറി ഈ സൈഡിന് പാടുവാ. മനമേ മനമേ നാടം പോല നാടക്കുതിയ കണ്ട് കണ്ട് കൽവിൽ അരവനമുത്തായ മുസ്തഫ ഖാന്റെ ക്ഷണം സ്വീകരിച്ച് ഖത്തറിൽ വരാൻ പറ്റിയതിലും അതിയായ സന്തോഷം. സോ മുസ്തഫ ഖാന് സത്യം പറഞ്ഞാൽ ഇന്നെ അറിയില്ലേനു. എനിക്ക് മുസ്തഫ ഖാനായിട്ടും താങ്ക്സ് പറയാനുള്ള മുസ്തഫ ഖാന്റെ വൈഫിനോടാണ്. കാരണം എന്റെ വ്ളോഗ്സ് കണ്ട് 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 ഇന്നിവിടെ കൊണ്ടുവരാൻ മുസ്തഫ ഖാനെ നിർദ്ദേശിക്കുന്ന മുസ്തഫ ഖാന്റെ വൈഫാണ്. സോ നമ്മളിന്ന് ഞങ്ങളെ പെരുന്നാൾ പോയി, നാട്ടിലും കിട്ടിയില്ല, നാട്ടിൽ പൊന്തിയും ചെയ്തു, ഫ്ലൈറ്റ് ഇവിടുത്തെ കഴിഞ്ഞും ചെയ്തു. അപ്പോ ഇന്നെന്റെ കൂടെ എൻ്റെ അനിയനും കൂടി പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ നിൽക്കുന്നുണ്ടെന്നുള്ളൂ, ആകെ പിടുത്തം മുട്ടാണ്. ഡോക്ടർ വന്നാണ് അവരടിക്ക്. അല്ല, ഓനെ നോക്കീന ഡോക്ടർ സാർ ഇവിടെ എവിടെയോ ഉണ്ട് തോന്നണേ. അപ്പൊ ഈച്ചു 2 ദിവസമായിട്ട് ഖത്തറിൽ വന്ന് ഓന് വലിയൊരു ഭാഗ്യം കിട്ടി. ഖത്തറിൽ വന്ന് അഡ്മിറ്റ് ആവാൻ പറ്റി. വന്ന് 2 ദിവസമായിട്ടുള്ളൂ. 2 ദിവസം ഖത്തറില് ഹോസ്പിറ്റൽ കിടക്കലായിരുന്നു. ഇന്നിപ്പോ ഇഞ്ചക്ഷൻ ഒക്കെ വെച്ച് ഇവിടെ കൊടുന്നതാണ്. ഞാൻ ഓനെ ഇൻവൈറ്റ് ചെയ്യാം. حبيبي حبيبي كل حبيبي 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 يلا حبيبي ചെറുക്കന്റെ വല്യം മന്ദിരക്കിട്ട് കുമ്പളം ചാറ് വെക്കാൻ അരിഞ്ഞിടുന്നേ. സോ ഓനെ കൊണ്ടുവരാൻ ഒരു കാരണമുണ്ട്. കഴിഞ്ഞ പെരുന്നാൾക്ക് ഞങ്ങൾക്ക് ദുബായിലായിരുന്നു പ്രോഗ്രാം. അന്ന് ഞങ്ങൾക്ക് പെരുന്നാൾ പോയി. അപ്പം ഞങ്ങൾ പറഞ്ഞാല് ഏട്ടൻ അനിയന്മാർ എന്നാലും ഉപരി നല്ല ഫ്രണ്ട്സാണ്. ഞാനും ഓനൊക്കെ. സോ നമ്മൾ 30 ദിവസം 30 നോമ്പിനും വീട്ടിലുണ്ടായിരുന്നു. ഫുള്ള് ഒരുപാട് കാലത്തിന് ശേഷം നോമ്പിന് വർക്കൊന്നും എടുക്കാതെ ഫുള്ള് വീട്ടിലൊപ്പായിരുന്നു. അങ്ങനെ ചെറിയ പെരുന്നാൾക്ക് ഞങ്ങൾ ദുബായിക്ക് പോയി. ഇവൻ ഒറ്റക്കായി. അപ്പോൾ പള്ളിയിലത്തെ ഖത്തീബിന് ഇന്നെ അറിയാം. അപ്പം ഖത്തീബിനെ പിറ്റേതാഴ്ച വെള്ളിയാഴ്ച ജുമാ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ്, ഈ പരിപാടിക്കൊക്കെ പോയിക്കോ, പ്രശ്നമില്ല, എൻ്റെ ചെറിയ അഞ്ചനും കൂടി പറ്റുകയാണെങ്കിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കാം. അപ്പൊ ഞാൻ ചോദിച്ച് എന്തേ ഓനെന്താ കൊണ്ടുപോകുന്ന പ്രശ്നം? പെരുന്നാളിൻ്റെ അന്നോ പള്ളിക്കൊരു വരും 2 കണ്ണും നിറഞ്ഞാൽ മുന്നത്തെ സോഫയിലുണ്ട് ഇങ്ങനെ ഇരിക്കണങ്ങളില്ലായിട്ട്. അപ്പൊ ഇനി ഓനെ കണ്ണ് നിറഞ്ഞാണ്ട് അടുത്ത വെള്ളി പെരുന്നാൾ ഞങ്ങൾക്ക് കാണാൻ വിചാരിച്ചു ഓനെ കൊണ്ടുപോകുന്നുണ്ട്. സോ അങ്ങനെ ഖത്തീബിന്റെ പ്രത്യേക നിർദ്ദേശപ്രകാരമാണ് പാസ്പോർട്ടിനൊക്കെ അപേക്ഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയത്. സോ അതാണ്. പിന്നെ ഇങ്ങനെ പോകുന്ന നാളെ ഒരു സ്കൂൾ. റെഡി 1 2 3 താങ്ക് യു. സോ ഇന്നിൻ്റെ അനിയൻ്റെ 2ാമത്തെ അനിയൻ്റെ 20ാമത്തെ ബർത്ത്ഡേ ആണ്. എന്തായാലും ഓൻ ഈ ബർത്ത്ഡേ
ഓന്റെ മരണം വരെ ഓർത്തൊക്കെ ഇനിയും ഓന്റെ ബർത്ത്ഡേക്ക് ഇത്ര ആള് കൂടൂല. ഓൻ ഏറ്റവും ആള് കൂടിയ ബർത്ത്ഡേ ആവും ഈ ഒരു ബർത്ത്ഡേ. താങ്ക് യു സോ മച്ച്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ഹാപ്പി ബർത്ത്ഡേ ഇച്ചു, ഹാപ്പി ബർത്ത്ഡേ. എല്ലാവർക്കും വേണ്ടി, നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ കേക്ക് കഴിക്കുകയാണ്. ആ ഒരു സ്നേഹം നിങ്ങൾ ഒന്നും കൂടെ ഒരു ഹാപ്പി ബർത്ത്ഡേ ടു യു പറയാവോ? അപ്പോ നമ്മള് ഇന്നത്തെ പ്രോഗ്രാം എങ്ങനെയുണ്ട്? പൊളിയല്ലേ? അതായത് ഇവിടെ മിക്കവാറും എനിക്ക് തോന്നുന്ന ഈ ഒരു ടീമിന്റെ, നമ്മുടെ ഹനാൻ ഷാ ടീമിന്റെ ഫസ്റ്റ് ടൈം അല്ലേ നമ്മള് ഇങ്ങനെ ഒരു പ്രോഗ്രാം അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു അവരുടെ ഒരു പെർഫോമൻസ്? എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഇപ്പൊ നമ്മൾ അവരെ നമ്മള് നമ്മൾ എന്താ പറയാ റിവ്യൂ കൊടുക്കുന്ന പോലെ സ്റ്റാർ ഇടുകയാണെങ്കിൽ 5-ൽ എത്ര സ്റ്റാർ കൊടുക്കും? എത്ര? 5 സ്റ്റാർ. 2 കൈ നോക്കി കാണിക്കുന്നതിന് 10 കൊടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ നമുക്കിനി അടുത്ത ഒരു സെക്ഷനിലേക്ക് കൂടെ പോവാം. നമ്മുടെ ഈ ഒരു പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയം ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് നമ്മുടെ മാർക്കോസ് ചേട്ടന്റെ ഒരു സോങ് കൂടെ കേൾക്കാം അല്ലെ?